മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ബി.ജെ.പി. കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ ആഞ്ഞടിച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി. വസീഫ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന രാഷ്ട്രീയ നീക്കങ്ങളുടെ ട്രയൽ റണ്ണാണ് മറ്റത്തൂരിൽ കണ്ടതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഈ കേരളത്തിനകത്തേക്ക് വർഗീയതയെ കൊണ്ടുവരാൻ ആര് ശ്രമിച്ചാലും ആ വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളത് ഈ കേരളത്തിന്റെ മലയാളത്തിന്റെ പാരമ്പര്യമാണ്, നമ്മുടെ രീതിയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഈ നാടിനകത്ത് ബി.ജെ.പിയും RSSും മറ്റേതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയോ SDP പോലെയുള്ള വർഗീയവാദികൾ ജയിച്ചു വരണമെന്ന് ഈ നാട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ കണ്ട കാഴ്ച എന്താ? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സാക്ഷാൽ വി.ഡി. സതീശൻ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം ഞങ്ങൾക്ക് എന്നുള്ള വലിയ ആഗ്രഹം, അധികാര കൊതിമുത്ത് ഈ കേരളത്തിൽ നടത്താൻ പോകുന്ന വലിയ ഒരു ശ്രമമുണ്ട്. ആ ശ്രമത്തിന്റെ ട്രയൽ റണ്ണായിട്ടാണ് ഈ മറ്റത്തൂരിനെ അവർ കണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ നമ്മുടെ മുമ്പിലുള്ള അനുഭവം. എങ്ങനെയാണോ ഈ നാടിത് സഹിക്കുക? ഒരു തെരഞ്ഞെടുപ്പ് കഴിയുന്നു. തെരഞ്ഞെടുപ്പ് വേളയിൽ ഉടനീളം ഇവരുടെ പ്രസംഗം എന്താ? വർഗീയതക്കെതിരെയല്ലേ ഇവരും പ്രസംഗിച്ചത് ഈ നാട്ടിൽ? അല്ലെങ്കിൽ ഈ നാട്ടിൽ ഏതെങ്കിലും മനുഷ്യർ ഈ കൈപ്പത്തി ചിഹ്നത്തിന് വോട്ട് ചെയ്യൂ? തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ പറയുകയാണ്, ഞങ്ങൾ ബി.ജെ.പി. എന്ന് പറയുന്ന ഈ വർഗീയതയോട് ചേർന്നുകൊണ്ട് ഈ മറ്റത്തൂരിൽ ഭരണം നടത്തുമെന്ന് അവർ പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടുമോ? അങ്ങനെ നേരിട്ടിട്ടില്ലല്ലോ. കാരണം എന്താ? ഈ നാടിന്റെ രാഷ്ട്രീയ ഉള്ളടക്കം എന്ന് പറയുന്നത് വർഗീയ വിരുദ്ധതയാണ്. മതനിരപേക്ഷ ഉള്ളടക്കമുള്ള നാടാണിത്. ആ നാട്ടിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ മാത്രമായി ഇവർ ഒത്തുചേർന്നതല്ല. ഇതിൽ ഒരുപാട് ഡീലുണ്ട്. തൊട്ടടുത്ത നിയമസഭാ മണ്ഡലങ്ങൾ വെച്ചുള്ള ഡീലുകളൊക്കെ ഇതിൽ നടക്കുന്നു എന്നുള്ളത് വ്യക്തം. മത്സരിച്ച് ജയിച്ച 8 മെമ്പർമാർ, പൂർണ്ണമായും കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച എല്ലാ മെമ്പർമാരും എങ്ങനെയാ ഒറ്റക്കെട്ടായി ഈ താമരയുമായി ചേരുന്നത്? എങ്ങനെ അങ്ങനെ സാധിക്കുന്നത്? അത്രയും ഈ കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലുള്ള അതിർവരമ്പുകൾ നേർത്തുപോയോ? ഡിവൈഎഫ്ഐ കൊടകര മേഖലാ സെക്രട്ടറി P.D. നെൽസൺ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി റോസൽ രാജ്, CPM ഏരിയ കമ്മിറ്റി അംഗം M.R. രഞ്ജിത്ത്, ഡിവൈഎഫ്ഐ മറ്റത്തൂർ മേഖലാ സെക്രട്ടറി C.K. ശ്രീജിത്ത്, P.C. ഉമേഷ്, P.S. പ്രശാന്ത്, P.K. രാജൻ എന്നിവർ സംസാരിച്ചു. നേരത്തെ കോടാലിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ചാലക്കുടി DYSP V.K. രാജു, വെള്ളിക്കുളങ്ങര SH OK കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് ഏർപ്പെടുത്തിയിരുന്നു. കോൺഗ്രസ്
ജനാധിപത്യ വഞ്ചകരെ നിങ്ങൾക്കെതിരാണ് ഈ സമരം. പ്രതിഷേധം